ആദ്യം പോകുന്നത് ഇറാൻ US വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. വെടിനിർത്തൽ ധാരണയിൽ നിലപാട് ട്രംപ് അറിയിച്ചിട്ടില്ല. വൈറ്റ് ഹൗസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതേയില്ല. അജയ് സുധാബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറയുന്നു നിർണായകമായ മീറ്റിംഗിലേക്ക് കടക്കുകയാണ്, അതിനുശേഷം ഒരു തീരുമാനം വ്യക്തമാക്കും. ഒന്നുകിൽ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് വരുമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ ഒരു പ്രസ് ബ്രീഫിംഗ്. ഇത് രണ്ടും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ട്രംപിൽ നിന്നോ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള മറുപടി കിട്ടുന്നുമില്ല. ഇനി കിട്ടാൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഹരി, എല്ലാവരും തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയിലേക്കാണ്. കാരണം US-ഉം ഇറാനും തമ്മിൽ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ധാരണയായതായിട്ട് കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്. എന്നാൽ ട്രംപ് ഇതിന് അംഗീകാരം നൽകാനുണ്ട് എന്നതും കഴിഞ്ഞ ദിവസം ഇതിനോടൊപ്പം ചേർത്ത് തന്നെ പുറത്തു വന്നിരുന്നു. US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ആണെങ്കിലും അതുപോലെ മറ്റ് നിരവധി നേതാക്കളാണെങ്കിലും എല്ലാവരും ഇക്കാര്യം എടുത്ത് സൂചിപ്പിച്ചതാണ്. ട്രംപ് ഇക്കാര്യത്തിൽ ഒരു അംഗീകാരം നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യം എടുത്തു തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ട്രംപ് ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടി സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ വിശദാംശങ്ങളിൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇറാൻ വരുത്തേണ്ട ചില വിട്ടുവീഴ്ചകളെ സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ വിഷയം സംബന്ധിച്ച് തന്നെയാണ്. അതായത് ഇറാൻ ഇനി ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ പാടില്ല എന്നുള്ള വ്യവസ്ഥ തന്നെ ട്രംപ് ആദ്യം എടുത്തു പറയുന്നു. അതുപോലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ടും തുറക്കണം, അതുവഴി ഗതാഗതം അനുവദിക്കണം എന്നുള്ള വ്യവസ്ഥ പറയുന്നു. അതുപോലെ ഹോർമുസിൽ യാതൊരുവിധ ടോളും പിരിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ കൂടി ട്രംപ് സൂചിപ്പിക്കുകയുണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർ വാട്ടർ മൈനുകൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇറാൻ പൂർണ്ണമായിട്ടും ചെയ്യുകയാണെങ്കിൽ അമേരിക്കയും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള US-ന്റെ ഉപരോധം അവസാനിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തടഞ്ഞു വെച്ചിട്ടുള്ള കപ്പലിലുള്ള മറ്റ് ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാനാകും എന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഈ ആണവ വിഷയം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ്. അതായത് US അവരുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് 2 മാസം മുമ്പ് ഇറാനിലെ ആണവ സംവിധാനങ്ങൾ തകർത്തിരുന്നു. അപ്പോൾ ഈ തകർത്തപ്പോൾ മിച്ചം വന്ന ചില ന്യൂക്ലിയർ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അത് ട്രംപ് എടുത്ത് സൂചിപ്പിക്കുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം തന്നെയാണ്. ഈ യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിൽ US നശിപ്പിക്കും എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ട്രംപ് ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കരാർ അംഗീകൃതമാകുന്നത് വരെ ഇറാന് യാതൊരു തരത്തിലുള്ള പണമിടപാടും നടത്താൻ അനുവദിക്കുന്നതല്ല എന്നുകൂടി ട്രംപ് ഈ ഒരു പോസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ അവസാനമാണ് ട്രംപ് പറയുന്നത് താൻ വൈറ്റ് ഹൗസിൽ ഒരു യോഗം ചേരാൻ പോവുകയാണ് ദേശീയ സുരക്ഷാ സമിതിയുമായി. ഈ യോഗത്തിന് ശേഷം താൻ ഒരു അന്തിമ തീരുമാനം അറിയിക്കും എന്ന് ട്രംപ് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ആ ഒരു യോഗമെന്ന് പറയുന്നത്. യോഗം കഴിഞ്ഞ് എല്ലാവരും ട്രംപ് വൈറ്റ് ഹൗസിൽ സ്ഥിരം മാധ്യമങ്ങളെ കാണുന്നത് പോലെ ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളെ ഉദ്യോഗസ്ഥരോടൊപ്പം കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്തരമൊരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടായില്ല. പിന്നീട് ട്രംപിൻ്റെ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഉണ്ടാകുമെന്നും എല്ലാവരും കരുതി. പക്ഷേ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. 2 മണിക്കൂറാണ് ഈ യോഗം നീണ്ടു നിന്നത്. ഈ സുരക്ഷാ സമിതിയിലെ ഉദ്യോഗസ്ഥർ ട്രംപിനോട് നിലവിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.